വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 13-ാം ദിവസം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യൗസേപ്പ്. ദൈവവചനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ധ്യാനം. ത്രിത്വ കുടുംബത്തിൻ്റെ പകർപ്പാണ് തിരുക്കുടുംബം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള പരസ്പര കൂട്ടായ്മയാണ് ത്രിത്വം. യൗസേപ്പും മറിയവും അവരുടെ കൈകളിൽ നൽകപ്പെട്ട ദൈവസുതനും ചേർന്നതാണ് തിരുക്കുടുംബം. ഒന്ന് സ്വർഗത്തിൽ, മറ്റൊന്ന് ഭൂമിയിൽ. ഒന്ന് ദൈവ കുടുംബം, മറ്റൊന്ന് പുത്രൻ തമ്പുരാനടങ്ങുന്ന മനുഷ്യ കുടുംബം. നസ്രത്തിലെ ത്രിത്വമായിരുന്നു ഇവർ. സ്നേഹവും സ്വയം ദാനവും അത്ര കണ്ട് ഇവരിലുണ്ടായിരുന്നു. സ്വയം മറന്ന് സ്നേഹിക്കുമ്പോൾ കുടുംബങ്ങൾ തിരുക്കുടുംബം പോലെയാകും. ഒരർത്ഥത്തിൽ നസ്രത്തിലെ തിരുക്കുടുംബമല്ലേ ആദ്യത്തെ സഭാ കുടുംബം. ഈ കുടുംബത്തിൽ അംഗമാകുമ്പോൾ നാം സ്വർഗീയ കുടുംബത്തിൽ അംഗമാവുകയാണ്. യൗസേപ്പിൻ്റെ കൈകളിലെ ഒരു കുഞ്ഞായി മാറാമോ? അവൻ നിന്നെ തിരുക്കുടുംബത്തോട് ചേർക്കും. അവൻ നിന്നെ ദൈവമകനും മകളുമാക്കി വളർത്തും. ജോസഫിനെയും മറിയത്തെയും പോലുള്ള മാതാപിതാക്കൾക്ക് ഈശോ സമാനമുള്ള കുഞ്ഞുങ്ങൾ ലഭിക്കൂ. ഈശോയെപ്പോലുള്ള കുഞ്ഞുങ്ങളായാലേ ജോസഫിനെയും മറിയത്തെയും പോലുള്ള മാതാപിതാക്കളെയും ലഭിക്കൂ. ഇതെങ്ങനെ സംഭവിക്കും? പരസ്പര സ്നേഹവും ധാരണയും വിശ്വസ്തതയും വളർത്തിയെടുക്കണം. സ്വയം മറന്ന് സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. നോക്കുക, ദൈവസുതന് ജന്മം നൽകാൻ തനിക്ക് കിട്ടിയ ഭാഗ്യത്തെ മറിയം എത്ര ആദരവോടെയാണ് സ്വീകരിച്ചത്. ദൈവസുതനും അവൻ്റെ അമ്മയ്ക്ക് സംരക്ഷണവും പരിപാലനയും നൽകാൻ കിട്ടിയ വിളിയെ എത്ര കുലീനമായിട്ടാണ് യൗസേപ്പ് സ്വീകരിക്കുന്നത്. ഒരു സംഭാഷണം ധ്യാനിക്കാം. ഉണ്ണീശോ ജോസഫിനെ നോക്കി പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട അപ്പ, ഞാൻ എത്രയധികം അങ്ങയെ സ്നേഹിക്കുന്നുവെന്നറിയാമോ? അപ്പൻ്റെ കൈകളിലിരിക്കാൻ എനിക്ക് എന്തൊരിഷ്ടമാണെന്നോ. ഈ കരങ്ങളിൽ എനിക്കെന്നും സുരക്ഷിതത്വം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. മാതാപിതാക്കളുടെ കൈകളിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെന്ന ബോധ്യം അവരെ എത്രയോ കരുത്തുറ്റവരാക്കുമെന്ന് അറിയുക. ഉണ്ണീശോയെ മറിയത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ജോസഫ് പറയുന്നുണ്ട്, മറിയമേ, കുഞ്ഞിനെ നീ വഹിക്കുക. ഏറ്റവും പരിശുദ്ധിയും കന്യകയുമായ നിന്റെ കൈകളിലാണ് അവൻ ഏറ്റവും ആനന്ദവും സംതൃപ്തിയും കണ്ടെത്താനാവുക. നിന്റെ സാന്നിധ്യം എന്നും അവന് ആഹ്ലാദമാണ്. സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും പരസ്പരം മത്സരിക്കുന്ന കുടുംബം. പ്രോത്സാഹനം നൽകുന്നതിനും എളിമപ്പെടുന്നതിനും മടുപ്പില്ലാത്ത കുടുംബം. ദാരിദ്ര്യത്തിൻ്റെ നോവിലും പ്രവാസത്തിൻ്റെ കഷ്ടതയിലും ഇവർ ഒന്നായിരുന്നു. ഇവർക്കിടയിലെ സ്നേഹത്തിൻ്റെ കണ്ണികൾ മുറിക്കാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുമായിരുന്നില്ല. എത്ര മനോഹരം തിരുക്കുടുംബം! കുടുംബത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും നഷ്ടമാകുന്ന ഈ നാളുകളിൽ യൗസേപ്പിൽ നമുക്ക് അഭയം തേടാം. പിതാക്കന്മാരുടെ ജ്ഞാനമില്ലാത്ത പെരുമാറ്റവും മാതാക്കളുടെ സ്നേഹമില്ലാത്ത പരിചരണവും കുഞ്ഞുങ്ങളുടെ ഭാവിയെ താളം തെറ്റിക്കാറുണ്ട്. മക്കളുടെ ആദരവില്ലാത്ത സമ്പർക്കങ്ങൾ മാതാപിതാക്കളുടെ ഹൃദയം തകർക്കാറുമുണ്ട്. നമുക്ക് യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകാം. വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നതും കലഹങ്ങൾ പെരുകുന്നതും വിശ്വസ്തത നഷ്ടമാകുന്നതും വിശുദ്ധ യൗസേപ്പെ നീ കാണുക. സ്വർഗവിവാഹങ്ങളും ഗർഭചിത്രങ്ങളിലും നിയമബന്ധനയോടെ ലോകം വാഴുന്നിടത്ത് ഓ തിരുക്കുടുംബത്തിൻ്റെ പാലക നീ കാണുക. ഈശോയെ മാറ്റി നിർത്തുന്ന കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് നീ എങ്ങനെ ശാന്തമായി നോക്കി നിൽക്കും? ഞങ്ങളെ സഹായിക്കാൻ നീ മുൻകൈയെടുക്കണം. പ്രാർത്ഥന. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിലും വിശ്വസ്തതയിലും പരിശുദ്ധിയിലും വളർത്താൻ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ആമേൻ.